ശ്രീ മാർട്ടിൻ, ഇവിടെ ഇക്കാലം അത്രയും ഈ കുടുംബത്തിന് പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമായിരുന്നു. ഇന്നലെ കോടതിയിൽ ഹർജി സമർപ്പിക്കുമ്പോൾ ആ വിശ്വാസം ഏതാണ്ട് പൂർണ്ണമായി നഷ്ടപ്പെട്ടു. പ്രതിക്ക് അല്ലെങ്കിൽ ഇരയ്ക്കൊപ്പമല്ല, അത് മറുപക്ഷത്തൊപ്പം നിൽക്കുന്ന അന്വേഷണ സംഘമാണ് എന്ന് കുടുംബം ന്യായമായും സംശയിക്കുന്നു. ഇതിൽ സത്യം തെളിയിക്കാൻ CBI വരണം എന്ന ഒരാവശ്യം DCCക്കുമുണ്ടോ? ഇതിനകത്ത് CBI അന്വേഷണം നടത്തണമെന്നുള്ളത് ഞങ്ങൾ നേരത്തെ തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ കേസിന്റെ തുടക്കം മുതൽ ഇപ്പോൾ എത്തി നിൽക്കുന്നോടം വരെ എല്ലാം ദുരൂഹതകൾ നിറഞ്ഞതാണ്. ഈ ഗവൺമെന്റും പോലീസും ഒക്കെ കൃത്യമായി കള്ളത്തരങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ സ്റ്റാർട്ടിങ് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ, നിങ്ങൾക്ക് നേരെ ആരാണ്, കലക്ടർ ഉൾപ്പെടെയുള്ളവര് പ്രതിയായി, അതായത് പ്രതി അല്ലെങ്കിൽ ആ പ്രതിയുടെ മുൾമുനയിൽ നിൽക്കുകയാണ് അവർ. അങ്ങനെയുള്ള ഒരു കേസിൽ ഒരു SHOനെ ചുമതലപ്പെടുത്തിയിട്ട് അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞാൽ എവിടെയാണ് അത് ശരിയാവുക? അതുപോലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം കൊണ്ടുപോകുന്നത് ആരോട് ചോദിച്ചിട്ട്, ആരുടെ പെർമിഷൻ എടുത്തിട്ട്? ഞങ്ങൾ അന്നേ ഉന്നയിച്ചതാണ്. ആരാണ് സത്യത്തിൽ അതിന് പെർമിഷൻ കൊടുത്തത്? ഒരാളുണ്ടാവുമല്ലോ, ആ കുടുംബത്തിലെ ആരെങ്കിലും ഒന്ന് പറയണ്ടേ? അപ്പൊ അത് അവിടെ വ്യക്തമാക്കുകയാണ്. ഈ പ്രശാന്തനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തെ പറ്റി കൃത്യമായുണ്ടോ? പ്രശാന്തന് വിജിലൻസിൽ കേസ് കൊടുത്തിട്ടുണ്ടോ? വിജിലൻസ് ഓഫീസിൽ പോയി എന്ന് പറയുന്നു. അത് ഇവരെ കുറ്റക്കാരാക്കാൻ വേണ്ടിയാണ്, നവീൻ ബാബുവിനെ കുറ്റക്കാരാക്കാൻ വേണ്ടിയാണ് പ്രശാന്തൻ വിജിലൻസ് ഓഫീസിൽ കയറി ഇറങ്ങി എന്ന് പറയുന്ന ഒരു സീൻ ഉണ്ടാക്കുന്നത്. അതെ, മാർട്ടിൻ ജോർജ്, ഇവിടെ ഈ കളക്ടറുടെ കാര്യത്തിലും ദുരൂഹത കുടുംബത്തിനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു. ഒരു IAS ചേരിപ്പോരിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ഒരു കളക്ടർക്ക് സസ്പെൻഷൻ ഉണ്ടാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒരു മുൻ കളക്ടർക്ക്, ഇവിടെ കളക്ടറായിരിക്കുന്ന ഒരാൾ അതിനേക്കാൾ അതിഗുരുതരമായ ആരോപണം നേരിടുന്ന സമയത്ത് സസ്പെൻഷൻ ഉണ്ടാവുന്നില്ല. സംശയങ്ങൾ സ്വാഭാവികമാണ്. ശ്രീ മാർട്ടിൻ ജോർജ്, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കളക്ടർക്ക് ഈ ഡയറക്ഷൻസ് ഒക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ആരാണ്? മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വീട്ടിൽ വിളിച്ചു വരുത്തി കളക്ടറുമായി സംസാരിച്ചു. അവിടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഡയറക്ഷൻ, വക്കീൽ വിശ്വന്റെ ഉൾപ്പെടെയുള്ള ഡയറക്ഷൻ അനുസരിച്ച് കളക്ടർ കൃത്യമായി മൊഴി മാറ്റുകയാണ്. ഇവിടെ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കൊടുത്ത മൊഴിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിന് വ്യത്യസ്തമായ മൊഴിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഈ തെറ്റ് പറ്റി എന്ന് പറയുന്നു. എന്താണ് തെറ്റുപറ്റിയത് എന്ന് നമ്മളോട് തെറ്റുപറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കുള്ളൂ സ്വാഭാവികമായും, എന്താണ് പറ്റിയ തെറ്റ്? അത് ചോദിച്ചോ കളക്ടർ? എന്താണ് അതിന് നവീൻ ബാബുവിന്റെ മറുപടി എന്തായിരുന്നു? അതുകൂടി പൊതുസമൂഹത്തോട് പറയാൻ ഈ കളക്ടർ ബാധ്യസ്ഥനല്ലേ? അദ്ദേഹം കള്ളക്കളിയല്ല കളിക്കുന്നത്. അദ്ദേഹം ആർക്ക് വേണ്ടിയാണ് കളിക്കുന്നത്? അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് ഒരു അന്വേഷണം നടത്തുമ്പോൾ അവിടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി കാര്യങ്ങൾ പറയാൻ സാധിക്കുമോ? അതല്ലേ കളക്ടറെ മാറ്റാതെ? കളക്ടറെ മാറ്റി നിർത്തി. അല്ലേ തന്നെ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ച ഒരു കളക്ടർ ഒരു കാരണമല്ല ആ പോസ്റ്റിൽ ഇരിക്കാൻ യോഗ്യനല്ല എന്ന് പറയുകയാണ് മാർട്ടിൻ ജോർജ്. അതുതന്നെയാണ് കുടുംബത്തിന്റെ നിലപാട്. മാത്രമല്ല, കുടുംബം പറയുന്നു കളക്ടറും PP ദിവ്യയും തമ്മിൽ ആഴത്തുള്ള ബന്ധമുണ്ട്. അതടക്കം ഈ കേസന്വേഷണം അട്ടിമറിയിലേക്ക് പോകാൻ കാരണമാവുന്നുണ്ടോ എന്ന കുടുംബം ആശങ്കപ്പെടുന്നു. ഇനി കുടുംബത്തിന്റെ ആശങ്കകൾക്കപ്പുറം നമ്മൾ ഈ ആത്മഹത്യയുടെ തുടക്കത്തിൽ കേട്ട എന്തൊക്കെ ദുരൂഹതകളുണ്ടോ, ഈ പറഞ്ഞ കത്ത്, മുഖ്യമന്ത്രിക്ക് അയച്ച കത്ത് എന്ന് പറയപ്പെടുന്ന ഒരു കത്തുണ്ടല്ലോ, ആ കാര്യത്തിലടക്കം സകലമാന ദുരൂഹതകളും അങ്ങനെ നിലനിൽക്കുമ്പോൾ CBI അന്വേഷണത്തിലേക്ക് ആവശ്യപ്പെടുകയാണ് കുടുംബം ശരിയാവണം.